കഴിഞ്ഞ 4 വർഷമല്ലേ ഉള്ളൂ പ്രോപ്പർട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നോട് ഒരു ലാൻഡ് ലോർഡ് പറഞ്ഞൊരു കാര്യമാണിത്. സോ ഈ ലാൻഡ് ലോർഡ് ലണ്ടൻ ബേസ്ഡ് ലാൻഡ് ലോർഡാണ്. പുള്ളിക്കാരൻ £500,000 വരെയുള്ള വീട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വീടും വാങ്ങിച്ചതിന് ശേഷം അത് റീഫർബ് ചെയ്തിട്ട് ആ വീട് വാടകയ്ക്ക് കൊടുത്ത് ആ വീട്ടിൽ നിന്ന് £3,000 മന്ത്ലി വാടക ഈ ലാൻഡ് ലോർഡിന് കിട്ടാറുണ്ട്. ഒന്ന് കേട്ടു നോക്കണം, $500,000 കൊടുത്തിട്ടാണ് ഓരോ വീടും വാങ്ങിക്കുന്നത്. £3,000 ആണ് എല്ലാ മാസവും വീട്ടിൽ നിന്ന് കിട്ടുന്ന വാടക. ഞങ്ങൾ സോഴ്സ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് മിക്കതും അപ്നോത്താണ്. ഞങ്ങൾ എടുക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും ബിലോ 100,000 ആണ്. ഈ £100,000 എടുത്ത പ്രോപ്പർട്ടി റീഫർബ് ചെയ്ത്, റീഫർബ് കോസ്റ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ പറഞ്ഞത് 100,000. റീഫർബ് കോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ടോട്ടൽ £100,000 ആ വീട് Airbnb ആയിട്ട് റൺ ചെയ്ത് അവിടുന്ന് കിട്ടുന്നത് £2,500. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? $500,000 വീട് വാങ്ങിച്ച് 3,000 റെന്റ് കിട്ടുന്നതാണോ നല്ലത്? 100,000 വീട് വാങ്ങിച്ച് അത് റീഫർബ് ചെയ്തതിനു ശേഷം 2,000 to 2,500 ആ വീട്ടിൽ നിന്ന് Airbnb ആയിട്ട് റൺ ചെയ്യുമ്പോൾ കിട്ടുന്നതാണോ നല്ലത്? അതാ ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഹാവ് ദ റൈറ്റ് നോളജ്. അല്ലെ, എപ്പോഴും നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ദ റൈറ്റ് കമ്മ്യൂണിറ്റി. അതിനാണ് ഞാൻ ദ 1% ക്ലബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി നടത്തുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ കറന്റ് 9 മെമ്പേഴ്സ് ആണുള്ളത്. ഞാൻ മെന്റർഷിപ്പ് കൊടുക്കുന്നതായിട്ടുള്ള 9 സ്റ്റുഡൻസ് ഉണ്ട്. ഈ സ്റ്റുഡൻസിനോടും അവരെല്ലാവരും ന്യൂബീസ് ആണ്. അപ്പം ഇവരെല്ലാം പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർ ആക്ഷൻ എടുത്ത ആൾക്കാരാണ്. ഇവരോട് ഞാൻ ഈ സെയിം കാര്യമാണ് പറയുന്നത്. യു ഡോണ്ട് ഹാവ് ടു വറി. നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എന്ന് വെച്ച് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് റൈറ്റ് നോളജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുത്താൽ എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആവാം.